അപ്പോൾ അത് ഇന്ന് ഉച്ചക്ക് 12:30 മണിക്ക് ഈ പള്ളിക്കുത്ത് വീട് കാണിച്ചു തരാമല്ലോ, ആ വീട്ടിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ രീതിയിലേക്ക് തരം താഴുകയാണ് മരുമോൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസംഘം. വലിയ പണച്ചാക്കുമായി 2 ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത്. നാഷണൽ ഹൈവേ ഒക്കെ 6 വരി ഉണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കില്ലാതെ 16 വരിയാക്കി ജനങ്ങൾക്ക് റോഡിൻ്റെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്ത ഹൈലി ടെക്നിക്കൽ പേഴ്സണും കൂടിയാണല്ലോ പുള്ളി. കേരളം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട 1-2 വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ, കർഷകർ, മലയോര കുടിയേറ്റ കർഷകർ അത് നേരിടുക തന്നെ ചെയ്യും. അപ്പോൾ അടിച്ചു മാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകി അവരുടെ പ്രയാസങ്ങൾ മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ അത് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലും കോളനികളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പണം കൊടുക്കാൻ കഴിയില്ല. അഡ്വാൻസായി കൊടുക്കാനുള്ള മീറ്റിംഗ് ഈ പറയുന്ന മരുമകൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന വിവരം നമുക്കറിയാം. അപ്പോൾ നിലമ്പൂരിലെ ജനതയുടെ അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് മരുമോനും സംഘവും മാറിയില്ലെങ്കിൽ ജനങ്ങളെ കൂട്ടി ഞങ്ങളത് നേരിടും. ആ വിവരമൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങളെ സമ്മേളനം വിളിച്ചത്. ഈ സമ്മേളനത്തിൽ തന്നെ വേറെ 2 ആളുകൾ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് വരാൻ വേണ്ടി നിന്നതായിരുന്നു. അവരിപ്പോൾ വഴിയിൽ തടയപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രസ് മീറ്റ് കൂടി ആഫ്റ്റർനൂൺ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകിയത്. ഉണ്ടാകും എന്നറിയിക്കുകയാണ്. മന്ത്രിമാരെ ഉച്ചയ്ക്ക് പോയാൽ നമുക്ക് കൈയോടെ പിടികൂടാ. മരുമോൻ നയിക്കുമ്പോൾ മരുമോൻ്റെ കൂടെ ആരുണ്ടാവുന്നില്ല, ഇതൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാലോ. അല്ല, വീടുകൾ കയറിയിട്ടല്ല, ഇവിടുത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയാണ് വിളിച്ചിരിക്കുന്നത്. ഉച്ചസദ്യ അതിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഡീല്. അപ്പോൾ അവരെ സത്യത്തിൽ അവർക്കത് അറിയില്ല. അവരെ ചതിക്കുഴിയിലേക്ക് ചാടിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാസ്റ്റർ വിശ്വാസിയായിട്ടുള്ള ഈ എന്താ പറയുക പെന്തക്കോസ്ത് വിശ്വാസിയായിട്ടുള്ള ഒരു വിശ്വാസി, അദ്ദേഹം വലിയ ഇവിടുത്തെ വലിയൊരു കോൺട്രാക്ടറാണ്. വലിയ കോൺട്രാക്ടറാണ്. അത്ര വലിയ കോൺട്രാക്ടറല്ല, ജില്ലാ പഞ്ചായത്തിൻ്റെയും MLA ഒക്കെ വർക്ക് എടുക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ വിശ്വാസിയായ കോൺട്രാക്ടർക്ക്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുങ്ങൂല. അതെ അതെ. വ്യാപകമായിട്ടുള്ള വോട്ട് കച്ചവടത്തിൽ നീക്കം നടക്കണം. അതിന് നേതൃത്വം നൽകുന്നത് ഈ പറയുന്ന പിണറായിസുമായി സമരസെട്ട് പോകുന്ന നേതാക്കളും അതിന് നേതൃത്വം നൽകുന്നത് മരുമോനുമാണ്. അപ്പോൾ മരുമോനിസം വരാനിരിക്കുന്ന 2026 നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇത് വ്യാപകമായി നടക്കുന്ന നമുക്കറിയാം. ഇപ്പോൾ നീലഗിരിയിലൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മളെ ആളുകളൊക്കെ പറഞ്ഞത് എന്താ പറയുക 10,000 രൂപ വരെ ഒരു വോട്ടിന് കൊടുത്തിട്ടുണ്ട്. 5 വോട്ടിലെ വീട്ടിൽ 50,000 കൊടുക്കുന്നത്. ആ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. വലിയ പുരോഗതി ഉണ്ടാവും ഇവിടെ. അതിനുള്ള കോടാനകോടികൾ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഈ മസിൽ പവർ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഈ 3ാമതും വരുമെന്ന് പറയുന്നത് എന്താ? കേരളത്തിലെ പാവപ്പെട്ടവരെ ഈ രീതിയിൽ പണം കൊടുത്ത് വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഒരു ട്രയൽ റണ്ണായിട്ട് നിലമ്പൂർ അവർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ആ ട്രയൽ റണ്ണ് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ എതിർത്ത് തോൽപ്പിക്കപ്പെടും. പിന്നെ എൻ്റെ അടുത്ത് ഇന്നലെ ഈ കാര്യം വന്ന് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു, പൊതുവിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ പണം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞാൽ അവരെ വാങ്ങിക്കോട്ടെ, അവരോടത് വാങ്ങാൻ പറയണം നിങ്ങൾ. കാരണം അവരെ പൈസയാണല്ലോ, സർക്കാരിൻ്റെ നമ്മൾ നികുതി കൊടുത്ത പണമാണല്ലോ. അല്ല അവൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കാശല്ലല്ലോ. അത് വാങ്ങി ഒരാഴ്ചക്കില്ല അവരെ കാര്യം നടക്കെങ്കിൽ നടക്കട്ടെ. വോട്ട് അവർക്കറിയാം ആർക്കാ ചെയ്യേണ്ടതെന്നുള്ളത്. ഒഴിവാക്കി കളയണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. സത്യത്തിൽ അതാണ് ഇതിൻ്റെ വസ്തുത.
പരാതി കൊടുക്കുന്നുണ്ട്. ഇന്ന് പരാതി നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ലോയറെ ഏൽപ്പിച്ചിട്ടില്ല, പരാതി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി. LDF നേതൃത്വമല്ല, മരുമകൻ്റെ നേതൃത്വം. ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഇന്നലെയൊക്കെ ഹൃദയം പൊട്ടി പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. 6 മാസം മുമ്പ് ഇതേപോലെ ഒരു വ്യക്തിയുടെ തൊട്ടടുത്ത് ഷോക്കേറ്റ് മരിച്ച ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല, 5 പൈസ കൊടുത്തിട്ടില്ല. ചെറിയ പയ്യനാണ് ഇന്നലെ മരിച്ചത്. 25 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നഷ്ടപരിഹാരം കൊടുക്കണം. ഈ വന്ന ഒരുത്തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്, 25 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. മുമ്പ് മരിച്ചു പോയാലും തിരിഞ്ഞു നോക്കിയിട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഈ മുതലക്കണ്ണീർ ഒരുക്കുന്ന ഈ പ്രാദേശികമായ നേതാക്കന്മാരുണ്ടല്ലോ, അവരാരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് മുഴുവൻ കണ്ണിൽ പൊടിയിടുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന വഞ്ചനാത്മകമായ രാഷ്ട്രീയം, അതാണ് പിണറായി ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.